നമ്മൾ വന്നപ്പം ഒരു കണ്ട കാഴ്ചയാണ്. ഇത് നിറയെ എന്താ ഉള്ളത്? ഫ്രഷാ മീനാ? മീന് മട്ടും മീന് റൈസ്, വൈറ്റ് റൈസ്, മീൻ കുളമ്പ്. ഇത് എന്നെല്ലാം മീൻ ഇതൊക്കെ കുറുവിളി 200 അടിക്കുക പണി തരത്. ആവോലി ഇരിക്കാ? അവളി ഇല്ലേ? ആവോലി ഇതന്നെ. ഇത് അല്ല ഇത് ചെറുതാ, പെரிய സൈസ് ഇല്ല. கிடைக்கல மழைனால போட்டு அப்புறம் போகல. ഇതെന്താ ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ്? അത് റൈസ്ക്ക് വര മീൻ. ഇതെല്ലാം ഇന്നേക്ക് പിടിച്ച മീൻ ഇതാ. ഇതില് പൊരിച്ച രസമുള്ള മീൻ ഏതാ? எல்லாமே பொரிக்கிறது. എല്ലാം പൊരിക്കുന്ന മീനാ? എന്നാ ഇതേത് മീനാ? இந்த விலை மீன் சொல்லுவாங்கல்ல, ஒரே விலை மீன். உங்க ஊர்ல சேரின்னு சொல்லி അറിയില്ലല്ലോ. രണ്ട് നമ്മളെ ഊരിൽ വേറെ പേരുതാ. இந்த இருக்குல்ல உங்க ஊர்ல இந்த ரெண்டு மீனும் ஒரே மீன். இது ஊசியா இருக்கு, இது இப்படி சப்படையா இருக்கு. எவ்வளோ அதுக்கு? இது 150. അതോ പെരുസാ? அது வந்து 250 ரூபா வரும். 250. வேற தோலன் இருக்கு. ഇതെന്താ? അത് പൊരിച്ച രസമുള്ള മീനാണോ? இது நல்லா இருக்கு. ആണോ? இது இருக்கு. അത് ട്യൂണല്ലേ? അത് വേണ്ട, അത് വേണ്ട. இது மதனம் சொல்றது. ഇത് രസമുണ്ടോ കഴിക്കാം? நல்லா இருக்கு, டேஸ்டா இருக்கு. அதுக்கு எவ்வளோ? இது 300. 300 வருமா? ஆமா. எங்க ஊர்ல அவளின்னு சொல்றது. ஆவலி டேஸ்டா இருக்கு. ஒரே முள்ள தான், ஒரு சென்டர் முள்ள. அதுக்கு எவ்வளோ? இது 100 ரூபா வரும் ஒரு பீஸ்க்கு 100 ரூபா வருமா? இது பாறை. இது பாறை. பாறைக்கு எவ்வளோ? 2 பீஸ் 150 ரூபா வரும். 2 பீஸ் 150. டேஸ்டா இருக்கு. ആണോ? ഇതൊക്കെ എவ்வளോ? 300 വരും. ഒരേ മുള്ള தான். ഈ മീനിന്റെ പേരെന്താണ്? മദനം. മദനം. ഫുൾ പീസ് ആക്കി ഉപയോഗിച്ചു. ഇത് ഇവിടെ തന്നെ ക്ലീൻ ചെയ്യണത്? ഇവിടെ തന്നെ മീന്, ഒരു മീന് വാങ്ങി മദൻ എന്ന പേര് പറഞ്ഞത്. അപ്പൊ അതൊന്ന് കട്ട് ചെയ്ത് അത് ഇവിടെ തന്നെ ക്ലീൻ ചെയ്ത് ഇവിടെ തന്നെ പൊരിച്ചു തരുന്ന ഒരു സെറ്റപ്പാ. അന്നത് ടേസ്റ്റ് എടുക്കാം മീന്. ഇത് ഇന്നേക്ക് പിടിച്ചതാ? ഇന്നേക്ക് പിടിച്ചതാ? കാല മീൻ എന്തായാലും നമ്മളെ നാട്ടിലെ അപേക്ഷിച്ച് ചീപ്പാണ്. മസാല വെച്ചിട്ട് നേരെ ഇതാണ് മസാല. എന്നല്ല മസാല എന്നത് എല്ലാം മിക്സിങ്. എന്നാൽ ഒരുപാട് ഡീപ്പ് ഫ്രൈ വേണ്ട, ഒരു മീഡിയം ഫ്രൈ മതിയേ. എന്നാൽ വേവും വേണം. അപ്പൊ ധനുഷ്കൂടി എല്ലാവരും മീൻ കഴിച്ചു പോട്ടാണ്. നാട്ടിലൊക്കെ 2 ദിവസം അയച്ചിട്ട മീനൊക്കെ അല്ലേ വരിക? കാളയിലേ പോയി നേരം പാമ്പൻ ബ്രിഡ്ജിൽ വാങ്ങിട്ട് വന്നിട്ടുണ്ട്. പാമ്പൻ ബ്രിഡ്ജിലാ? നാങ്ക പിടിക്കുന്ന മീൻ. ചെറിയ മീൻ ഇങ്ങ പിടിക്കതാ? അത് ബോട്ട് പോയി நிறைய டூரிஸ்ட் இருக்காங்க. சனி ஞாயிறு கொஞ்சம் டூரிஸ்ட் வர. சரி ஞாயிறு கொஞ்சம் டல். சரி. சண்டே நாள கொஞ்சம் நல்லா. ஸ்கூல் லீவ் விட்டா அண்ணன் பிறந்த பிறந்தாங்க இங்கேதான் பிறந்த பிறந்தாங்க. பிஸ்னஸ் எப்படி? சனி ஞாயிறு கொஞ்சம் ஓட. നമ്മളെ മുന്നിൽ ക്ലീൻ ചെയ്ത് നമ്മളെ മുന്നിൽ തന്നെ മസാല ചട്ടിക്ക് വെച്ച് കുറഞ്ഞോ കൂട്ടിയോ എന്നുള്ളതല്ല, ഒരു ഫ്രഷ് മീൻ കഴിക്കുന്ന ഒരു രസം ഉണ്ടാവും അത്. പക്ഷെ ഞാൻ നോക്കിയത് വേറൊന്നും, അന്ന് ക്ലീനിങ്ങിൽ ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല കേട്ടോ. നല്ല മനോഹരമായിട്ട് ക്ലീൻ ചെയ്തിട്ട് 3-4 പ്രാവശ്യം വെള്ളം മാറ്റി ക്ലീൻ ചെയ്ത്. എണ്ണ എത്രത്തോളം എങ്കിൽ പോലും ഒരു അനുഭവം, ഇതിനൊരു വേറെ രുചി ഉണ്ടാവും എന്നുള്ള കാരണം. എന്ത് ഫ്രൈ പോയിട്ടാണ്, ഓവർ ഫ്രൈ വേണ്ട. പറഞ്ഞെടുത്ത് ക്ലീൻ ചെയ്ത് മസാല വെച്ച് പൊരിച്ചെടുത്ത മീൻ ഇതാ വന്നു. ഇത് കഴിച്ചു നോക്ക്. ഒട്ടും മോശമില്ലാത്ത ടേസ്റ്റ് ഉണ്ട് കേട്ടോ മീനിന്. രസമുണ്ട് മീൻ അല്ലേ? അറിയാത്ത മീൻ അങ്ങനെ കഴിച്ചാൽ ചിലപ്പോൾ പരാജയപ്പെടലാണ്. അറിയാത്ത മീനും എനിക്കിത് ഈ മീനേതാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല, പക്ഷെ രസമുണ്ട് കഴിക്കാൻ. 1 കിലോയോളം തൂക്കം വരുന്ന മീനാണ് ഞങ്ങൾ ഈ ഒരു കോലത്തിലാക്കിയതിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട്. ഞാൻ അത്ര ചീപ്പാണ് മീനിനിവിടെ. ഈ ഒരു മീനിനിപ്പം ഇവർ ഈടാക്കിയിരിക്കുന്നത് 200 രൂപ. ഇത് പൊരിച്ചത് 1 കിലോനോളം മീനിന് വിലയുണ്ട്. അപ്പം മീനിന് ചീപ്പാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക.